സ്നേഹത്തോടെങ്കിലും ആദരവ് കാണിക്കണ്ടേ? അതുപോലെ ഈ ഗവൺമെന്റ് കാണിച്ചില്ല. പിന്നെ എന്താ ചെയ്യേണ്ടത്? MP പോലും മുണ്ട് പറിച്ചിട്ട് ഇരിക്കുകയാണ് ഇവിടെ പോലീസ്. ഈ ഇത്ര ക്രൂരമായ നടപടി ന്യായീകരിക്കാൻ പറ്റില്ല. ഞാൻ നിങ്ങളോട് 2 മിനിറ്റ് മുമ്പ് നിങ്ങളോട് പറഞ്ഞില്ല ഇതാ സംഭവിക്കാൻ പോകുന്നത്. ഇത് SFIയെക്കാളും ഭ്രാന്ത് പിടിച്ച ഒരു സർക്കാരാണ് ഇവിടെ അധികാരത്തിലിരിക്കുന്നത്. SFIയേക്കാൾ ഭ്രാന്ത് പിടിച്ച ഒരു സർക്കാരും ഒരു പാർട്ടിയും ഭരിക്കുന്നതിന്റെ ഫലമാണ് കണ്ടത്. ഞാൻ ഈ പോലീസ് ആക്ഷൻ ഉണ്ടാകുന്നതിന് 2 മിനിറ്റ് മുമ്പ് നിങ്ങളോട് പറഞ്ഞില്ലേ ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇത് ഈ സർക്കാരിന്റെ ധിക്കാരം, ഈ സർക്കാരിന്റെ ധാർഷ്ട്യം, ഈ സർക്കാരിന്റെ അഹങ്കാരം, CPM എന്ന പാർട്ടിയുടെ ഈഗോ. ഇവിടുത്തെ MLA ആന്റണി ജോൺ കളക്ടർ ഇത് സംസാരിക്കുന്നതിന് വേണ്ടി ആസ്പത്രി വരെ വന്നു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ഇവിടെ പന്തലിൽ വന്ന് സംസാരിക്കാന്നുണ്ടെങ്കിൽ ആളുകൾക്ക് അതൊരു വലിയ റിലീഫായിരിക്കും, ആളുകൾക്ക് വലിയൊരു കോൺഫിഡൻസ് ബിൽഡിംഗ് ആയിരിക്കും. അന്നേരം അദ്ദേഹം പറഞ്ഞു ഞാൻ പന്തലിൽ വരുന്ന അപ്രോപ്രിയേറ്റ് അല്ല എന്ന് പറഞ്ഞു. ഞാനത് അംഗീകരിച്ചു. എങ്കിൽ നമുക്ക് PWD റെസ്റ്റ് ഹൗസിലിരുന്ന് ചർച്ച ചെയ്ത് ഞാൻ മന്ത്രിയായി സംസാരിച്ചിരുന്നു. മന്ത്രി ഏതാനും കാര്യങ്ങളിൽ തീരുമാനം പറയാമെന്ന് പറഞ്ഞിരുന്നു. അത് ഔദ്യോഗികമായി കളക്ടറുടെ സാന്നിധ്യത്തിൽ പറഞ്ഞ് തീരുമാനമാക്കിയതിന് ശേഷം ബോഡി വിട്ടുകൊടുക്കാമെന്ന് പറഞ്ഞു. കളക്ടറെ സമ്മതിച്ചാണ്. എന്നാൽ അത് സമ്മതിക്കേണ്ട, ഈ ബോഡി വിട്ടുകൊടുത്തതിന് ശേഷം മാത്രം ചർച്ച ചെയ്താൽ മതി എന്ന് കളക്ടറോട് പറഞ്ഞത് ആരാണ് എന്ന് കളക്ടർ പറയട്ടെ. കാരണം കളക്ടർ ഇവിടം വരെ വന്നത് സംസാരിച്ച് ഈ വിഷയം സമാധാനപരമായി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ കളക്ടർ ഇങ്ങോട്ട് വിടാതെ കളക്ടർ അവിടെ തടഞ്ഞു വെച്ച് CPM എന്ന പാർട്ടിയുടെ ഈ സർക്കാരിന്റെ അഹങ്കാരവും ധിക്കാരവും ഈ നാട്ടിലെ പൊതുസമൂഹം അറിയണം. ഒരു ഡെഡ് ബോഡി 5 മണിക്കൂർ മുമ്പ് ഒരു വീട്ടമ്മയെ ചവിട്ടിക്കൊന്ന് വൈകാരികമായി ഒരു ജനത മുഴുവൻ പ്രതിഷേധിക്കുമ്പോൾ അവരെ പോലും ലാത്തിചാർജ് ചെയ്ത് ആ ബോഡി കൊണ്ടുപോകാനുള്ള ഒരു മാനസികാവസ്ഥ SFIയെക്കാളും ഭ്രാന്ത് പിടിച്ച ഒരു സർക്കാരാണ്, ഭരണാധികാരികളാണ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത്. ഞങ്ങൾ ആർക്കും വേണ്ടി നടത്തിയ സമരമല്ല, ഞങ്ങളുടെ കോൺഗ്രസ്സുകാർക്ക് വേണ്ടി നടത്തിയ സമരമല്ല, UDFന് വേണ്ടി നടത്തിയതല്ല. ഇത് ജനങ്ങളുടെ പ്രതിഷേധമാണ്. ഇതാണ് ഈ സർക്കാരിന്റെ മുഖം, ഇതാണ് ഈ സർക്കാരിന്റെ ധാർഷ്ട്യവും ധിക്കാരവും അഹങ്കാരവും. ഇതിനെതിരെ കേരളത്തിന്റെ പൊതുസമൂഹം ഉണരുമെന്നാണ് ഞാൻ പറയുന്നത്. ഞങ്ങൾ കളക്ടറെ CPM അവിടെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് MLAയുടെ നേതൃത്വത്തിൽ. കളക്ടർ ഇങ്ങോട്ട് വരാൻ വേണ്ടി, അല്ലെങ്കിൽ PWD റെസ്റ്റ് ഹൗസിൽ ചർച്ച ചെയ്യാൻ ഞാൻ MP ഉണ്ട്, ഞാനുണ്ട്, പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളി ഉണ്ട്. ഞങ്ങൾ 3 ജനപ്രതിനിധികൾ ഒന്നിച്ച് ഈ വിഷയത്തിൽ ചർച്ച നടത്താമെന്ന് പറഞ്ഞു. DCC പ്രസിഡന്റുമാർ 2 പേരുണ്ടായിരുന്നു. ഞങ്ങൾ ചർച്ച നടത്തി, മന്ത്രിയുമായി സംസാരിച്ചതിന്റെ കാര്യങ്ങൾ വ്യവസ്ഥാപിതമായി ഒരു മിനിറ്റ്സ് ആക്കിയതിന് ശേഷം ഞങ്ങൾ ഈ ബോഡി വിട്ടുകൊടുക്കാമെന്നും അതിനുശേഷം നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. കളക്ടർ അത് അംഗീകരിച്ചതാണ്. പക്ഷേ കളക്ടർ പിന്നിൽ നിന്ന് തടഞ്ഞു വെച്ചതും പിടിച്ചു നിർത്തിയതും ഈ പോലീസ് ആക്ഷൻ ചെയ്യിച്ചതും ഇതാണ് പിണറായിയുടെ യഥാർത്ഥ മുഖം. നിങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ് പിണറായിക്ക്. അല്ല, അതൊക്കെ പോലീസിന്റെ ആക്ഷന്റെ പാർട്ടാണ്. പല സ്ഥലത്തും ആ സംഘർഷം ഉണ്ടാക്കി ആളുകൾ അങ്ങോട്ട് മാറുമ്പോൾ ബോഡിയുടെ അടുത്തേക്ക് വരിക. എന്തിനാണ് ഇവർ ആർക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്? ആരുടെ ഈഗോ സംരക്ഷിക്കാൻ വേണ്ടിയാണ്? CPM എന്ന പാർട്ടിയുടെ ഈഗോ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ഡെഡ് ബോഡിയെ തെരുവിൽ വലിച്ചഴിച്ച് പോലീസ് ആക്ഷൻ നടത്തി കൊണ്ടുപോയ പിണറായി വിജയൻ എന്ത് നേടാനാണ്? എന്തൊരു മാനസികാവസ്ഥയാണ് ഇവരുടെ? ഭ്രാന്ത് പിടിച്ച സർക്കാരാണത്. കുടുംബത്തിന്റെ അനുമതി ഇല്ലാതെ എന്ന് പറഞ്ഞാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്കാണ്. ഞാൻ ഈ ബോഡി അവിടെ നിന്ന് എടുക്കുന്നതിന് മുമ്പ് അവരുടെ അനുമതി ചോദിച്ചിരുന്നു, അവരോട് പറഞ്ഞിരുന്നു. പൊതുജന വികാരം ഇതാണ്, നിങ്ങൾ അനുവദിക്കുമെങ്കിൽ മാത്രമേ ഞങ്ങൾ എടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ പൂർണ്ണ ഉത്തരവാദിത്തോടുകൂടി പറയുന്നു, ആ കുടുംബത്തിന്റെ പൂർണ്ണ അനുമതിയോടുകൂടിയാണ് ഞങ്ങൾ ആ ബോഡിയുമായി പ്രതിഷേധത്തിന് ഇറങ്ങിയത്. ആ പൊട്ടിക്കരയുന്ന ആളെ നിങ്ങൾ കണ്ടില്ലേ? ആ മരിച്ച സ്ത്രീയുടെ സഹോദരനാണ്. ആ സഹോദരനെ പോലും ലാത്തിചാർജ് ചെയ്ത് മാറ്റി. ഇവർ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ബോഡി കൊണ്ടുപോകുന്നത്? ഇവര് ഡെഡ് ബോഡി കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാണ്? CPMന്റെ ഈഗോ സംരക്ഷിക്കാൻ വേണ്ടി, ഈ സർക്കാരിന്റെ ഈഗോ സംരക്ഷിക്കാൻ വേണ്ടി, ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ബോധവും മൂല്യവും ഇല്ലാത്ത ഒരു സർക്കാർ. ഇതെല്ലാം പൊതുജനം വിലയിരുത്തും. ഞങ്ങളുടെ പോരാട്ടത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന് പറയും.